ഹലോ, ഹൗ ടു സെലക്ട് സ്റ്റോക്ക് എന്ന വീഡിയോ സീരീസിൻ്റെ മൂന്നാമത്തെ പാർട്ടാണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ പറഞ്ഞു നിർത്തിയത് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഫാക്ടറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു കമ്പനീൻ്റെ ഷെയർ വാങ്ങുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾ ആ കമ്പനീൻ്റെ ഒരു പാർഷ്യൽ ഓണറായി മാറുകയാണ്, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ഓണർഷിപ്പ് നമ്മൾക്ക് കിട്ടുകയാണ്, അല്ലേ? ആസ് എ കോമൺ മാൻ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾക്കുള്ള ഒരു ടെൻഡൻസിയാണ് വേറെ ആരെങ്കിലും അത് വാങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു വ്യഗ്രത, അല്ലേ? അപ്പോൾ ഇവിടെ ഷെയർസ് വാങ്ങുമ്പോഴും നമ്മൾക്കൊരു ആഗ്രഹം ഉണ്ടാവും, നമ്മളുടെ കൂടെ ആരെങ്കിലും ഈ ഷെയർസ് വാങ്ങിയിട്ടുണ്ടോ. ഇതൊക്കെ നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വെച്ച് അറിയാൻ പറ്റും. പലപ്പോഴും ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലാണ്. അപ്പോൾ എന്താണ് ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ബിക്കോസ് ദാറ്റ് ഗിവ്സ് മീ മോർ ഹാപ്പിനെസ് ആൻഡ് യു വിൽ ഗെറ്റ് ലോട്ട് മോർ വീഡിയോസ്. ഓക്കെ? ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കമ്പനീൻ്റെ ഷെയർസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആരൊക്കെ നിങ്ങളുടെ കൂടെ ആ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നു എന്നറിയാൻ യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതിന് മുന്നേ ആരൊക്കെയാണ് ഷെയർസ് ഹോൾഡ് ചെയ്ത് വെക്കുന്നവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്റ്റോക്ക് മാർക്കറ്റിൽ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുക. ഒന്ന് പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ്, മറ്റൊന്ന് പബ്ലിക് ഗ്രൂപ്പ്. എന്താണ് ഈ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ്? ഒരു കമ്പനി ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരാളാണ് ആ കമ്പനീൻ്റെ പ്രൊമോട്ടർ. അല്ലെങ്കിൽ എത്ര പേര് ചേർന്നാണോ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് അത്രയും പ്രൊമോട്ടേഴ്സ് ആ കമ്പനിക്ക് ഉണ്ടാവും. അതുകൂടാതെ ഈ പ്രൊമോട്ടേഴ്സിന് റിലേറ്റീവ്സിനും വേണമെങ്കിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിൽ വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഇന്ത്യയിലെ ബിസിനസ് മാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന മുഖം ഏതാണ്? മുകേഷ് അംബാനി. അദ്ദേഹത്തിൻ്റെ സ്വന്തം കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീൻ്റെ ഒരു പ്രൊമോട്ടറാണ്. ഇനി ആരൊക്കെയാണ് ഈ പബ്ലിക് ഗ്രൂപ്പിൽ വരുന്നത്? ഈ പ്രൊമോട്ടർ ഗ്രൂപ്പിൽ വരാത്ത എല്ലാ ആൾക്കാരും പബ്ലിക് ഗ്രൂപ്പിൽ വരും. അതായത് നമ്മളെപ്പോലത്തെ പാവപ്പെട്ട ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് മ്യൂച്വൽ ഫണ്ട് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസ്, ബാങ്ക്, അതുപോലത്തെ ആൾക്കാർ. അപ്പോൾ ഇവരൊക്കെ ചേർന്നാണ് പബ്ലിക് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. അപ്പം ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നതിന് മുന്നേ ഞാനൊരു വാർണിംഗ് തരാം. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ മാത്രം കൺസിഡർ ചെയ്ത് ഒരിക്കലും ഒരു കമ്പനീനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. വേറെയും പല ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. ഓക്കെ? നമുക്കൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കാം. അപ്പോൾ ആരാണ് ഈ പ്രൊമോട്ടർ ഗ്രൂപ്പ്? നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പനീൻ്റെ ഫൗണ്ടർ, അല്ലെങ്കിൽ ആ കമ്പനിയിൽ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പ്രൊമോട്ടേഴ്സ്. ഈ പ്രൊമോട്ടേഴ്സിന് അവരുടെ കമ്പനീൻ്റെ ഷെയർസ് വാങ്ങാൻ പറ്റും. അങ്ങനെ തോന്നിയ പോലെ വാങ്ങാൻ പറ്റില്ല. സെബി ഒരു റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. സെബി ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സെബിൻ്റെ നിയമപ്രകാരം ഒരു കമ്പനീൻ്റെ ടോട്ടൽ ഷെയർസിൻ്റെ 75% കൂടുതൽ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യാൻ പാടില്ല. അതായത് മിനിമം 25% പബ്ലിക് ഗ്രൂപ്പിൻ്റെ കയ്യിൽ ഷെയർസ് ഉണ്ടായിരിക്കണം. പ്രൊമോട്ടേഴ്സിൻ്റെ ട്രാൻസാക്ഷൻ ശരിക്കും പറഞ്ഞാൽ അവരുടെ കമ്പനീൻ്റെ സ്റ്റോക്ക് പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അതായത് പ്രൊമോട്ടേഴ്സ് ഇപ്പോൾ ഷെയർസ് വാങ്ങുകയാണെങ്കിൽ ജനറലി ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത് അവർക്ക് ആ കമ്പനിയിൽ വിശ്വാസമുണ്ട്, ആ കമ്പനി നന്നായിട്ട് ഫ്യൂച്ചറിൽ പെർഫോം ചെയ്യും, അതുകൊണ്ടാണ് ഈ പ്രൊമോട്ടേഴ്സ് ഷെയർസ് കൂടുതൽ വാങ്ങുന്നത് എന്നാണ്. നമ്മളൊരു കമ്പനീൻ്റെ ഷെയർസ് എന്തിനാണ് വാങ്ങുന്നത്? നല്ല റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ അവരും അതുപോലെയല്ലേ ചെയ്യുള്ളൂ. ഇതൊരു കേസ്. ബട്ട് അങ്ങനെ മാത്രമേ നടക്കുള്ളൂ എന്നും കൂടി നിങ്ങൾ വിചാരിക്കരുത്. അതായത് പ്രൊമോട്ടേഴ്സ് ഷെയർ വാങ്ങുമ്പോൾ അപ്പോൾ തന്നെ ഓടിക്കയറി ചെന്ന് ഷെയർസ് വാങ്ങാൻ നിൽക്കരുത്. ഇവരെന്തിനാണ് വാങ്ങുന്നത് എന്നുകൂടി നിങ്ങൾ നോക്കണം. കാരണം ചില കേസിൽ ഈ ഷെയർ പ്രൈസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് പ്രൊമോട്ടേഴ്സ് ഷെയർസ് വാങ്ങും. ഒബ്വിയസ്ലി പ്രൊമോട്ടേഴ്സ് ഷെയർസ് വാങ്ങുമ്പോൾ ഷെയർ പ്രൈസ് കൂടും. അപ്പോൾ അവിടെ ആർക്കാണ് അഡ്വാൻറ്റേജ്? ട്രേഡേഴ്സിന് അതൊരു അഡ്വാൻറ്റേജ് ആണ്. സെയിം ഡേ ഒരു സ്റ്റോക്ക് പ്രൈസിൽ ഒരു പോസിറ്റീവ് ഔട്ട്കം എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് ഇവരെന്തിനാണ് ഷെയർസ് വാങ്ങുന്നത് എന്നുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ഡിസിഷൻ എടുക്കാൻ. അത് മനസ്സിലാക്കാൻ നിങ്ങൾ മാർക്കറ്റ് ന്യൂസ് കുറച്ചൊക്കെ അപ്ഡേറ്റഡ് ആയിരിക്കണം. മനസ്സിലായോ? ഇനി ഓപ്പോസിറ്റ് ആണെങ്കിലോ, അതായത് പ്രൊമോട്ടേഴ്സ് അവരുടെ ഷെയർസ് ഒക്കെ വിൽക്കുന്നു. ഇങ്ങനെ വന്നാൽ എന്താണ് നമ്മൾ ചിന്തിക്കുക? പ്രൊമോട്ടേഴ്സിന് ആ കമ്പനിയിൽ വലിയ വിശ്വാസമൊന്നുമില്ല. കമ്പനി പൂട്ടിപ്പോകുന്ന അവർക്ക് തോന്നുന്നതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഉള്ള പൈസക്ക് ഷെയർസൊക്കെ വിറ്റ് പോകുന്നത് എന്നൊരു ചിന്ത നമ്മൾക്ക് വരും. ഫൈനലി ഒരു കമ്പനീനെ പറ്റി A to Z അറിയുന്നത് ആർക്കായിരിക്കും? ആ കമ്പനീൻ്റെ ഓണർക്കാണ്, അല്ലേ? പ്രൊമോട്ടേഴ്സ് ഷെയർസ് വിൽക്കുമ്പം യൂഷ്വലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അവർക്ക് ആ കമ്പനിയിൽ തീരെ വിശ്വാസമില്ല എന്നതാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് സത്യം കമ്പ്യൂട്ടേഴ്സ്. സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രൊമോട്ടേഴ്സിനെ അറിയാമായിരുന്നു അവർ ഓഡിറ്റിലൊക്കെ കള്ളത്തരം നടത്തിയിട്ടുണ്ട്. പല കാര്യങ്ങളും അവർ ചെയ്യാൻ ശ്രമിച്ചതൊന്നും അവർ വിചാരിച്ച പോലെ മുന്നോട്ട് പോയില്ല. അതുകൊണ്ട് കമ്പനി ലാസ്റ്റ് പൂട്ടേണ്ട ഗതികേട് വന്നു.
ഇവരുടെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കിക്കഴിഞ്ഞാൽ ഓവർ ദ ഇയേഴ്സ് അവർ ഷെയർസ് വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അവർ ഷെയർ പ്രൈസ് ഒരു പീക്കിലെത്തുന്ന സമയത്തൊക്കെ വിറ്റ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ അവസാനം പണി കിട്ടിയതായിരിക്കാണ് പാവപ്പെട്ട ഇൻവെസ്റ്റേഴ്സ്. ഇനി ഈ പ്രൊമോട്ടേഴ്സ് ഷെയർസ് വിൽക്കുമ്പം എപ്പോഴും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും ചെയ്യരുത്. അതായത് ചിലപ്പോൾ ഇങ്ങനെയും സംഭവിക്കാം, അവരെന്തിനാണ് ഷെയർസ് വാങ്ങുന്നത്? പ്രോഫിറ്റിന് വേണ്ടി അല്ലേ? അതിനല്ലേ ഈ കളിയെല്ലാം അവർ ചെയ്യുന്നത്. ഈ ഷെയർസ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ആവശ്യം വരുമ്പോൾ അത് വിൽക്കണം അല്ലേ? അപ്പോൾ അങ്ങനെ ആവശ്യങ്ങൾ വരുമ്പം അവരും വിൽക്കും. അവരും മനുഷ്യരാണ്, അവർക്ക് പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ അവർക്ക് വേണമെങ്കിൽ ഷെയർസ് വിൽക്കാം. പക്ഷേ ഒരുപാട് വിൽക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, എന്തോ വലുത് വരാനുണ്ട് എന്നാണ് നമ്മളപ്പോൾ ആലോചിക്കേണ്ടത്. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ കുറേ ഗോൾഡ് ഉണ്ട്, ഗോൾഡ് ഇല്ലാത്ത മലയാളീസോ അല്ലേ? അപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് ഗോൾഡ് ഉണ്ട്. ഗോൾഡിൻ്റെ പ്രൈസ് ഇങ്ങനെ കൂടി വരികയാണ്. ഒരു പീക്ക് ടൈമിൽ ഗോൾഡിൻ്റെ പ്രൈസ് ഒരു പീക്ക് ടൈമിൽ എത്തിയിട്ടാകുമ്പോൾ സാധാരണ ആൾക്കാർ എന്താണ് ചെയ്യുക? മലയാളീസ് വിൽക്കുമെന്ന് അറിയില്ല, സാധാരണ മലയാളീസ് ഗോൾഡ് ഒരിക്കലും വിൽക്കാത്ത ഒരാൾക്കാരാണല്ലോ. സാധാരണ ആൾക്കാർ ഗോൾഡിൻ്റെ പ്രൈസ് ഒരു പീക്കിലെത്തി തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വിൽക്കും, ബാക്കി അവിടെ തന്നെ വെക്കും. പിന്നെ ഇനിയും കൂടുമ്പോൾ വിൽക്കാമല്ലോ അല്ലേ? പക്ഷേ ഇനി നെക്സ്റ്റ് ഇയർ തൊട്ട് ഗോൾഡിൻ്റെ പ്രൈസ് ഒരിക്കലും കൂടില്ല, അതിനി താഴോട്ടേക്ക് തന്നെ പോകുന്നു നമ്മൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും കയ്യിലുള്ള മൊത്തം സ്വർണ്ണം വിറ്റ് പൈസയാക്കാൻ നോക്കും. ഇത് തന്നെയാണ് ഇവിടുത്തെയും ലോജിക്ക്. അപ്പോൾ പ്രൊമോട്ടേഴ്സ് ഒരുപാട് ഷെയർസ് വിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. കുറച്ച് ഷെയർസൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ അത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവർക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ വിറ്റ് പൈസയാക്കാം. ഇനി നമുക്ക് പബ്ലിക് ഗ്രൂപ്പിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. പബ്ലിക് ഗ്രൂപ്പിൽ ആരൊക്കെയാണ് വരുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ നമ്മളെപ്പോലത്തെ സാധാരണ ഇൻവെസ്റ്റേഴ്സ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആരാണ്? ഞാൻ പറഞ്ഞു, പെൻഷൻ ഫണ്ട്, മ്യൂച്വൽ ഫണ്ട് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്, ഇവരൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇവരൊക്കെ നമ്മളെപ്പോലെ ചെറിയ പൈസക്കൊന്നും അല്ല ഷെയർസ് വാങ്ങാം. വലിയ പൈസക്ക് വാങ്ങുന്നവരുണ്ടാവുമായിരിക്കും, പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്ന എമൗണ്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും. ഇവർ ഒരുപാട് ഷെയർസ് ആയിരിക്കും ഒന്നിച്ച് ഒറ്റ ട്രാൻസാക്ഷനിൽ വാങ്ങുക. അതുകൊണ്ട് തന്നെ ഇവരുടെ ട്രാൻസാക്ഷൻ ഈ സ്റ്റോക്ക് പ്രൈസിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇവരൊക്കെ നല്ല എക്സ്പീരിയൻസും നല്ല നോളജും ഉള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ കാലടികൾ നമ്മളെപ്പോലത്തെ സ്മോൾ ഇൻവെസ്റ്റേഴ്സ് പിന്തുടരാറുണ്ട്. അതായത് അവർ ഷെയർസ് വാങ്ങുമ്പോൾ ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പോയിട്ട് ഷെയർസ് വാങ്ങും. ഇനി നേരെ തിരിച്ചാണെങ്കിൽ തിരിച്ച്. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, രണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആരായിരിക്കും? ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യ അല്ലാത്ത വേറെ രാജ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവർ ശരിക്കും നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മൊത്തമാണ് അവരാണ് യഥാർത്ഥത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡ്രൈവേഴ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്മാർട്ട് പീപ്പിൾ ഇൻവെസ്റ്റിംഗ് ദ സ്മാർട്ട് മണി? അതാണ് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആ കമ്പനിയിൽ നല്ല വിശ്വാസമുണ്ട്, ആ കമ്പനി നന്നായി പെർഫോം ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അഥവാ അവരൊരു കമ്പനിയുടെ ഷെയർസൊക്കെ വിൽക്കുകയാണെങ്കിൽ അവർക്ക് ആ കമ്പനിയിൽ തീരെ വിശ്വാസമില്ല. അതായത് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ FII ഇവർ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് സിഗ്നൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എന്തെന്നാൽ അവരെപ്പോഴായിരിക്കും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക? അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയിൽ 100% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ഒരു ഷാർക്ക് ടാങ്ക് എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ കാര്യം മനസ്സിലാവും. വളരെ ആകർഷകമായിട്ടാണ് ഞാൻ ആ പരിപാടി കണ്ടത്. പക്ഷേ ഇന്ന് അതെൻ്റെ ഫേവറേറ്റ് പ്രോഗ്രാമാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ ബിസിനസ്സിനും ആ ബിസിനസ് വളരണമെങ്കിൽ ഫണ്ടിങ് വേണം. അതായത് ഒരു ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുപോകാൻ എന്തായാലും ഒരു ഇൻവെസ്റ്റർ വേണ്ടി വരും. പ്രത്യേകിച്ച് ഈ സ്റ്റാർട്ടപ്പ് കമ്പനീസിന് അവരുടെ കമ്പനി വലുതാവണമെങ്കിൽ ഒരു നല്ലൊരു ഇൻവെസ്റ്ററിൻ്റെ സഹായം ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇന്ത്യയിൽ ഗ്രോ ചെയ്ത 2 വലിയ ഒരു സ്റ്റാർട്ടപ്പ് സംരംഭമാണ് പേടിഎമ്മും അതുപോലെ തന്നെ ഓലയും. ഇതിലൊക്കെ ആരാ ഇൻവെസ്റ്റ് ചെയ്തത് നിങ്ങൾക്കറിയോ? രത്തൻ ടാറ്റയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. രത്തൻ ടാറ്റ ഇന്ത്യയിലെ ഒരു നല്ലൊരു സ്റ്റാർട്ടപ്പ് കമ്പനീസിനെ നന്നായി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററാണ്. നമ്മൾ ഈ ഷാർക്ക് ടാങ്ക് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ കുറച്ച് വലിയ ബിഗ് ബില്യണേഴ്സ് ഉണ്ടാവും ഇൻവെസ്റ്റേഴ്സായിട്ട്. ആ പ്രോഗ്രാമിൽ അവരാണ് ഷാർക്സ്. അവരെ ഷാർക്സ് എന്നാണ് ആ പ്രോഗ്രാമിൽ പറയുന്നത്. ഇതിൽ വരുന്ന കണ്ടസ്റ്റൻസ് മിക്കവരും സ്റ്റാർട്ടപ്പ് കമ്പനീസിൻ്റെ ഫൗണ്ടേഴ്സ് ആയിരിക്കും. അപ്പം ഇവർ അവരുടെ ഐഡിയ ഈ ഷാർക്സിന് മുമ്പിൽ, ഈ വലിയ ഇൻവെസ്റ്റേഴ്സിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും. ഇവരുടെ ഐഡിയ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിലെ ഷാർക്സ് ഇവരെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. സോ ആ ഷോ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, പ്രോഫിറ്റ് കിട്ടുന്നതിൽ ഒരു സെക്കൻഡ് ഡൗട്ട് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ എത്ര വലിയ ഐഡിയ ആണെങ്കിലും അവർ റിജക്റ്റ് ചെയ്യും. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, ബിസിനസ് സ്കെയിലബിൾ ആക്കാൻ പറ്റും എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ അവരൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ.
അതുകൊണ്ട് ഈ FII ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾവേസ് ഒരു പോസിറ്റീവ് സൈനാണ്. ബട്ട് അവർ ഷെയർ വിൽക്കുമ്പോൾ അങ്ങനെയല്ല. കാരണം രണ്ട് രാജ്യം തമ്മിലുള്ള ഗവൺമെൻറ് പോളിസീസ് കാരണം ചില സമയത്തൊക്കെ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഷെയർസ് വിൽക്കേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കും അവർ വിൽക്കും. പക്ഷേ എന്ത് കാരണം കൊണ്ടായാലും ഈ FII അവരുടെ ഷെയർസ് ഒരുപാട് വിൽക്കുകയാണെങ്കിൽ അത് ഷെയർ പ്രൈസിനെ നെഗറ്റീവായിട്ട് എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഇവിടെ ആർക്കാണ് ബെനിഫിറ്റ്? ട്രേഡേഴ്സിന് ഇതൊരു ബെനിഫിറ്റാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങളൊരു വാർത്ത കേട്ടു എന്ന് വിചാരിച്ചോ, FII ഇന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന വാർത്ത കേൾക്കുവാണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഓടിച്ചൊന്ന് ഇൻവെസ്റ്റ് ചെയ്തോ, നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മൾ FIIനെ പറ്റി പറഞ്ഞു, നമ്മളുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിയിട്ടും പറയണ്ടേ അല്ലേ? ഇന്ത്യൻ്റെ മുത്ത് അല്ലേ, ഇന്ത്യൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലെ മുത്താണ് ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇവർ നല്ല എക്സ്പീരിയൻസും നോളജും ഉള്ള ആൾക്കാരാണ്. എല്ലാ സമയവും സ്റ്റോക്ക് മാർക്കറ്റിലൊരു കണ്ണ് വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും അനലൈസ് ചെയ്തിട്ടാണ് ഇവരൊരു ഡിസിഷനിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ, അതായത് DII, അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഒരു പോസിറ്റീവ് സൈനായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. കാരണം ലൈക്ക് FII അവരും ഒരുപാട് ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാണ് ട്രാൻസാക്ഷൻ നടത്തുക. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇൻഫ്ലുവൻസ് ഒരു കമ്പനീൻ്റെ സ്റ്റോക്ക് പ്രൈസിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ DII അവരുടെ ഷെയർസ് വിൽക്കുന്നത് മിക്ക സമയത്തും ക്ലയൻറ്റ് പ്രഷർ കൊണ്ടൊക്കെ ആയിരിക്കും. മ്യൂച്വൽ ഫണ്ടിനെയും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഫറൻസ് ബിറ്റ്വീൻ മ്യൂച്വൽ ഫണ്ട് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫണ്ട് മാനേജറിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഫൈനലി ഒരു റിട്ടേൺ അയാളുടെ ക്ലയൻസിന് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എപ്പോഴും അയാൾക്ക് ഈ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. മ്യൂച്വൽ ഫണ്ട്സ് എന്താ ചെയ്യുന്നത്? ഫൈനലി ദേ ആർ ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്സ്, റൈറ്റ്? ഇക്വിറ്റി ഫണ്ട്സ് ആണെങ്കിൽ എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവർക്കൊരു പോയിന്റിൽ അത് വിറ്റേ പറ്റുള്ളൂ. അപ്പോൾ അവർ വിൽക്കുന്നത് നോക്കിയിട്ട് നമുക്ക് വലിയൊരു ഡിസിഷനിൽ എത്താൻ പറ്റില്ല. പക്ഷെ അവർ വാങ്ങുമ്പോൾ ഒബ്വിയസ്ലി നല്ലൊരു ഹൈക്ക് സ്റ്റോക്ക് പ്രൈസിലുണ്ടാവും. ഇനി ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് നമ്മളെ പോലത്തെ ആൾക്കാരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സും ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിംഗ് കമ്പയർ ടു FII, DII അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേണിന് വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എല്ലാ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സും ഒന്നിച്ച് പോയിട്ടൊരു സ്റ്റോക്ക് വിൽക്കാൻ ചാൻസ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെ ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് വാങ്ങാനും ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഷെയർ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് അതിനെ കുറച്ച് മാസത്തേക്ക് ഫോളോ ചെയ്യണം. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷെയർ ഹോൾഡിംഗ് കൂടുകയും അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ FII, DII ഇവരുടെ ഷെയർ ഹോൾഡിംഗ് കുറയുകയും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ആ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്ക് പ്രൈസ് താഴോട്ടേക്ക് പോകുന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് സ്റ്റോക്ക് വിറ്റ് രക്ഷപ്പെടാൻ നോക്കണം. ഇനി കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ചില കമ്പനീസിന് പ്രൊമോട്ടേഴ്സ് ഇല്ല, സീറോ പ്രൊമോട്ടേഴ്സ് ഉള്ള കമ്പനീസ് ഉണ്ട്. അതിന് ഉദാഹരണമാണ് ITC ലിമിറ്റഡ്. ITC നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വിവൽ, ബിങ്കോ, സൺഫീസ്റ്റ് ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? അവരുടെ മെയിൻ പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ സിഗരറ്റിൻ്റെ ഒരു ഗോൾഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. ഇതൊക്കെ ITC ലിമിറ്റഡിൻ്റെ പ്രൊഡക്ട്സാണ്. ഈ ബ്രാൻഡൊക്കെ അവരൊക്കെ സീറോ പ്രൊമോട്ടേഴ്സാണ്, അതായത് അവർക്ക് പ്രൊമോട്ടേഴ്സ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ആരുടെ പാറ്റേണാണ് നോക്കേണ്ടത്? ഈ DIIൻ്റെയും FIIൻ്റെയും പാറ്റേൺ, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പോയിട്ട് നോക്കുക. ഇവർ വിൽക്കുന്നുണ്ടോ അതോ ഇവർ വാങ്ങുന്നുണ്ടോ എന്നൊക്കെ പോയിട്ട് അനലൈസ് ചെയ്യുക. ഇനി എവിടെ ഞാൻ ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പോയി നോക്കും? നിയമപ്രകാരം എല്ലാ കമ്പനീസും ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നിയമപ്രകാരം അതത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് NSEindia.com അല്ലെങ്കിൽ BSEindia.com എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ വെബ്സൈറ്റായ moneycontrol.com ഒക്കെ പോയിട്ട് ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ചെക്ക് ചെയ്യാം. ആ കമ്പനീൻ്റെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആ പേജിൽ, ഫസ്റ്റ് പേജിൽ തന്നെ എവിടെയെങ്കിലും കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യുക, അനലൈസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.